ഹലോ, വെൽക്കം ടു ലൂമിനസ് മൊമെന്റ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ലക്ഷ്മി ജയനാണ്. അപ്പോൾ ആളെ പറ്റി ഒരുപാട് ഇൻട്രോ പറയേണ്ട ആവശ്യമില്ല. ആളൊരു ബിഗ് ബോസ് ഫെയിം ആണ്, ഒപ്പം തന്നെ ഒരു പ്ലേ ബാക്ക് സിംഗർ ആണ്. അതുപോലെ തന്നെ സ്റ്റാർ സിംഗർ തുടങ്ങിയ ഒരുപാട് റിയാലിറ്റി ഷോയിലും അതുപോലെ തന്നെ ഒരുപാട് ഇവന്റ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ ലക്ഷ്മി ജയൻ, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു സോ മച്ച്. സോ അപ്പോൾ ഇന്ന് തിരുവല്ലയിൽ വന്നിരിക്കുകയാണ്, ലൂമിനസിന്റെ ഇനാഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? തിരുവല്ലക്കാര് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തു, എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ഷോസ് ഒരുപാട് ചെയ്യാറുണ്ട്, പക്ഷെ ഇനോഗ്രേഷൻസ് ഒക്കെ ഞാൻ വളരെ കുറവാണ് ചെയ്യാറുള്ളത്. കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാറില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഇവിടത്തെ ഈ ലൂമിനസ് മൊമെന്റ്സിന്റെ മൾട്ടിമീഡിയ സ്റ്റുഡിയോന്റെ ഇനോഗ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ നാട്ടിലും കൂടെ ആയപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇനോഗ്രേഷൻ ഒന്നും ഞാൻ ചെയ്യത്തില്ല, പാടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ വരാം എന്നുള്ളതായിരുന്നു. പെട്ടെന്ന് എനിക്ക് ടെൻഷനായിരുന്നു. പക്ഷേ ആക്ച്വലി ഇവിടെ വന്ന് നല്ലൊരു സ്റ്റുഡിയോ, എനിക്കറിയില്ല, ചിലപ്പോൾ ഇതുപോലത്തെ വേറെ ഒരുപാട് സ്റ്റുഡിയോ ഒക്കെ കാണുമായിരിക്കും. പക്ഷേ ഇവിടെ തിരുവല്ലയ്ക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പം തന്നെ ഇവിടെ ഒരുപാട് മീഡിയക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പലർക്കും ഭയങ്കര ആഗ്രഹമാണ് നല്ല കണ്ടന്റ് കൊടുക്കണം എന്നുള്ളത്. പക്ഷേ അതിന് ചിലപ്പം നല്ല മൈക്ക് ഉണ്ടാവത്തില്ല, ചിലപ്പോൾ നല്ല ക്യാമറ ഉണ്ടാവില്ല, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കില്ല. സോ അങ്ങനെയുള്ള ഒരു ഇനീഷ്യലി നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ തന്നെ നല്ലതായിട്ട് ഒരു യൂട്യൂബും അല്ലെങ്കിൽ അവരുടെ പേജും ചാനൽസും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് പോകുന്നവർക്കാണെങ്കിലും അവരുടെ പോഡ്കാസ്റ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പോലെയൊക്കെ അവരുടെ തന്നെ ചാനൽ നെയിമൊക്കെ വെച്ചിട്ട് തിരുവല്ലക്കാർക്ക് വളരെ ഈസിലി ആക്സസബിൾ ആണ്. സിറ്റിയിൽ പ്രോപ്പർ സിറ്റിക്കകത്ത് തന്നെയാണ്. സോ ഇങ്ങനൊരു സ്ഥാപനം ഒരുപാട് പേർക്ക് അതൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആകും. ആൻഡ് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കാനാണെങ്കിലും നല്ല കംഫർട്ട്, നല്ല ലൈറ്റിംഗ് ഉണ്ട്. ആൻഡ് അവർ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ റെൻറ്റൽസ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ക്യാമറ, ലൈറ്റ്, ഇരിക്കാനുള്ള സ്പേസ് ഇതെല്ലാം ചെയ്ത് എഡിറ്റ് വരെ ചെയ്തിട്ട് കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഫുൾ ഒരു മൾട്ടിമീഡിയ സർവീസസ് കൊടുക്കുന്ന ലൂമിനസ് മൊമെന്റ്സിന്റെ ഒരു ഇനോഗ്രേഷന് വരുമ്പോൾ ഞാൻ ഇതിനെ ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആയിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ എൻ്റെ മോൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു മോനുണ്ട്, ആരോഗ് 10 വയസ്സ്. ശരിക്കും എൻ്റെ വീടിനടുത്തൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മോനെ ഇവർക്കങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാമായിരുന്നു. അത്രത്തോളം ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അവരുടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് കാണുന്നത്. പിന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും ബേബി ഫോട്ടോഗ്രാഫിയൊക്കെ ഇതിൻ്റെ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുപോലത്തെ സ്പേസസ് ആണ് എപ്പോഴും നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ളത്. പക്ഷെ ആ ഒരു കാര്യത്തിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ലൂമിനസ് മൊമെന്റ്സ് ഇത് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ ശരിക്കും സോഷ്യൽ മീഡിയ ആണ് ഈസിലി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാവർക്കും ആക്സസബിൾ ആയിട്ട് കുറച്ച് ഇൻകം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. സോ ആ ഒരു ഇനാഗ്രേഷൻ ഡേയിൽ തന്നെ ഒരുപാട് നമുക്ക് നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ പെർഫോമൻസ് ഉണ്ടായിരുന്നു, അടിപൊളി എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു, എല്ലാവരെയും ഇന്ററാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ഓഡിയൻസിലേക്ക് ഇന്ററാക്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കോൺസിക്വൻസ് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? അല്ല, ഇതിപ്പം ലൈക്ക് ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ഇതിനകത്ത് എല്ലാത്തിനും ഒരു കോയിന്റ് 2 വശം പോലെയാണ്. ഒരു സൈഡിൽ ഇപ്പം ഞാൻ ന്യൂസ് കാണാറില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പത്രം വായിക്കാറില്ല, അങ്ങനെ ഭയങ്കര ജനറൽ നോളജും അതല്ലാതെ എല്ലാവരെ കണ്ടാലും ഇത് ഇന്ന ആളല്ലേ അങ്ങനെ ഒന്നും പറയാൻ അറിയുന്ന ഒരാളല്ല ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സർക്കിളിൽ വളരെ കുറച്ച് ഫ്രണ്ട്സ്, അതിൻ്റെ ഇടയിൽ മൂക്കില്ലാ രാജ്യത്ത് മുറുമുക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ് ഞാൻ പൊതുവെ ന്യൂസ് എല്ലാം അറിയുന്നത് ജസ്റ്റ് നമ്മുടെ ഫോണിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഇൻസ്റ്റ പിടിച്ചിട്ടോ അങ്ങനെയൊക്കെ റീൽസ് മാത്രം അറിയുന്നതാണ്. അപ്പം അതിനകത്ത് തന്നെ ഈ ചാനൽസുകാര് നല്ല വീഡിയോസ് എല്ലാം ഇട്ട് കൊടുക്കുന്നു. പക്ഷെ ഇതിനകത്ത് ഈ ഓഡിയൻസ് അതിനെ എടുക്കുന്നത് പല പല രീതിയിലാണ്. അപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചിലപ്പോൾ ഒരു 30 മിനിറ്റ്സ് നീളുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ആയിരിക്കാം. പക്ഷെ ഇതിനകത്തുള്ള ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുമ്പും പിൻപും അറിയാണ്ട് ഒരു ചെറിയൊരു ലിമിറ്റഡ് പോർഷനെ ആൾക്കാർ ജഡ്ജ് ചെയ്തിട്ട് അതിനെപ്പറ്റി അവർ കമൻറ്റ് ചെയ്തിട്ട് അവർ തീരുമാനിക്കും. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം കണ്ണ് കാണാൻ വയ്യത്തില്ല, അല്ലെങ്കിൽ വൈകല്യമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ചില അസുഖമുള്ളവരുടേത് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യും. ഇനി കുറച്ച് പാവപ്പെട്ടവരാണെങ്കിൽ അതും പ്രൊമോട്ട് ചെയ്യും. ഒരുപാട് റിയാലിറ്റി ഷോയിൽ നല്ല കഴിവുണ്ട്, പക്ഷെ ഇതുപോലത്തെ അവർക്ക് വൈകല്യം ഇല്ലായിരിക്കും, ചിലപ്പം ഒരു മീഡിയം ക്ലാസ് ഫാമിലി ആയിരിക്കും, ഇവർക്ക് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രം എത്രയോ പേര് പിന്തള്ളപ്പെട്ടവരുണ്ട്. സോ ഈ ഓഡിയൻസ് പലപ്പോഴും അങ്ങനത്തെ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി ഓഡിയൻസ് ഇതുപോലത്തെ സിമ്പത്തിക്ക് വെച്ചിട്ട് കമൻറ്റ്. ഇപ്പം എൻ്റെ തന്നെ ഞാൻ യൂഷ്വലി എൻ്റെ കോസ്റ്റ്യൂം തീം മുണ്ടും ബ്ലൗസുമാണ്. ഇതിനകത്ത് എൻ്റെ മുണ്ടും ബ്ലൗസും കാണുമ്പോൾ തന്നെ ചൊറിയേറും. അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളല്ലോ, എങ്ങനെയും അവരുടെ ആ ഫ്രസ്ട്രേഷൻസ് ഫുള്ള് കമൻസ് ആയിട്ട് വരിക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് ചെയ്തത് ഒബ്വിയസ്ലി ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. അത് ഞാനിപ്പം ഒരു ഷോ ചെയ്യുമ്പം ഞാൻ പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനത് പക്ഷെ അതിലുപരി
ഞാൻ ആ ചെയ്യുമ്പോൾ ഐ റിയലി എൻജോയ്. എൻ്റെ ബോഡിയിൽ എത്രയെല്ലാം ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവുമോ അതിനെയാണ് ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ അസറ്റായിട്ട് കാണുന്നത്. അത് കേൾക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് ചൊറിയും, പക്ഷെ കുറേ ആൾക്കാർ അതിനെ പോസിറ്റീവായിട്ട് എടുക്കും. അപ്പം സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഒരു പ്രശ്നം, ഈ നെഗറ്റീവ്സ് ചിലപ്പം ഇപ്പം ഞാനൊരു ആർട്ടിസ്റ്റ് ആയിരിക്കാം, സെലിബ്രിറ്റി എന്നും പറയാം, പക്ഷെ ആഫ്റ്റർ ഓൾ നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. കൈ നുള്ളിയാൽ മുറിയുന്നത് പോലെ തന്നെ ആരെങ്കിലും ഒരാൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നോവും. ആൻഡ് നമ്മുടെ ഫാമിലി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും സൊസൈറ്റിയുമായിട്ട് ഭയങ്കര കമ്മിറ്റഡ് ആണ്. അതായത് അയ്യോ മോളുടെ വീഡിയോസിനൊക്കെ ഭയങ്കര നെഗറ്റീവ് ആണല്ലോ എന്ന് കേട്ടാൽ തകർന്നു പോകുന്നവരായിരിക്കും. നമ്മളൊക്കെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതിനേക്കാളും നമ്മൾ കാരണം ഒരാൾക്ക് ഒരു നിമിഷമാണെങ്കിലും ചിരിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് നോ നെഗറ്റീവ്സ് ആക്ച്വലി മീഡിയ കൊണ്ട്. പക്ഷെ നെഗറ്റീവ് കമൻസ്, അതും കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കുഴപ്പമില്ല, ഈ തെറി വിളിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് റിയാക്ട് ചെയ്യണം തോന്നി. ഞാൻ ആക്ച്വലി തെറി കാണുമ്പോഴത്തേക്കും അപ്പം തന്നെ എൻ്റെ ഉള്ളിൽ എൻ്റെ ഉത്തരം കിട്ടും. അപ്പം ഞാൻ അവൻ്റെ പ്രൊഫൈലിൽ കയറും അല്ലെങ്കിൽ അവളുടെ പ്രൊഫൈലിൽ കയറും. പിന്നെ ഞാൻ വിചാരിക്കും എന്തിന് ഞാൻ അങ്ങനെ കൂളായിട്ടങ്ങ് കളയാം. അപ്പം എനിക്ക് ഇതാണ് ആക്ച്വലി ഒരു നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തത്. പക്ഷെ മോർ ദാൻ നെഗറ്റീവ് അതിനകത്ത് ഒരുപാട് പോസിറ്റീവ്സ് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആ മീഡിയ ഏരിയ ഒരുപാട് പേര് അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്, ഇറ്റ്സ് എ ഗുഡ് പ്ലാറ്റ്ഫോം. അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ ഇരുന്ന് വർത്താനം പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളെല്ലാം സ്റ്റുഡിയോ ഒക്കെ കണ്ടു. അപ്പൊ എന്താണ് ലൈക്ക് എങ്ങനെ നമുക്ക് റേറ്റ് ചെയ്യാൻ പറ്റും? കാരണം ഒരുപാട് നല്ല ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു ലുമിനസ് മൊമെന്റ്സ്. അപ്പൊ എങ്ങനെ റേറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ ഒരു കുടക്കിൽ ഒരുപാട് കാര്യങ്ങളാണ്. നമുക്ക് ഓൾറെഡി സ്റ്റുഡിയോസ് ഓപ്പൺ, ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്റ്റുഡിയോസ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നോർമൽ. പക്ഷെ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട്. നമ്മൾ ലൈക്ക് പ്രൊഫൈൽ ക്രിയേഷൻ എല്ലാം ഒരു കുടക്കീഴിലാണ്. അപ്പൊ എങ്ങനെ നമുക്ക് റേറ്റ് ചെയ്യാൻ പറ്റും? ലുമിനസ് മൊമെന്റ് മൊത്തം നമ്മൾ കണ്ടായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു? ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് റേറ്റ് ചെയ്യാൻ അറിയത്തില്ല. കാരണം ഞാൻ ഒരുപാട് സ്റ്റുഡിയോസ് ഇതുപോലെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം അയ്യോ അവരെ വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ല. ഞാൻ അതാ പറഞ്ഞത്, നമുക്ക് ചെറിയൊരു സ്പേസ് ആണെങ്കിലും ഇറ്റ്സ് അവർ ക്രിയേറ്റീവ് മൈൻഡ്. ഇപ്പം ഇവര് ചിലപ്പോൾ ഒരു 5 കാര്യങ്ങളായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ ചിലപ്പോൾ അതിലൊന്നും ഇല്ലാത്തൊരു ആവശ്യമായിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ നാളെ ചെല്ലുന്നത്. ഇവർക്ക് ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി പ്രിപ്പയർ ആവാം. സോ ദർ ഇസ് എ സ്പേസ് ഫോർ എവറിത്തിങ് ഹിയർ. പക്ഷെ അത് ആവശ്യക്കാർക്ക് അനുസരിച്ചിട്ടാണ്. ഇപ്പം ഫാഷൻ ട്രെൻഡ് എടുക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയും എറണാകുളം അല്ലെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ ബാംഗ്ലൂർ ആ ഏരിയയിലോട്ടാണ്, നമുക്ക് സൗത്തിലോട്ടൊക്കെ ട്രെൻഡ് വളരെ ലാസ്റ്റ് എത്തുന്നത്. ട്രിവാൻഡ്രം നമ്മുടെ നാട്ടിലൊക്കെ എല്ലാം കഴിഞ്ഞ് തുപ്പുന്ന സാധനങ്ങളായിരിക്കും ഇവിടെ എത്തുന്നത്. അതെന്തുകൊണ്ട് വെച്ചാൽ നമ്മുടെ ഇവിടെ ഉള്ളവർ അപ്ഡേറ്റഡ് അല്ല. ഇവിടെ അത്രയും ഫ്രഷ് സാധനം വരുമ്പോഴത്തേക്ക് ആരും യൂസ് ചെയ്യത്തില്ല. സോ ഇവിടെയുള്ള ആൾക്കാർക്ക് എന്ത് വേണം എന്നുള്ളത് ഇവർ മനസ്സിലാകുന്നത് ആൾക്കാർ വന്ന് ആവശ്യപ്പെടുമ്പോഴാണ്. ഏതൊരു സ്ഥാപനവും ഡെവലപ്പ് ആകുന്നത് അവരുടെ മാനേജ്മെന്റ് സൈഡ് സ്ട്രോങ് ആകുമ്പോഴാണ്. ഇപ്പം ഷൈമോൾ ചേച്ചിയും ബിജു ചേട്ടനും ഒക്കെ എനിക്ക് തോന്നുന്നു അവർക്കിത് വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഇവരുടെ ഈ ക്രൂ മെമ്പേഴ്സും കൂടെയൊക്കെ ഇവിടെയുള്ള ഈ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനും അവർക്ക് എത്രത്തോളം കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഐ തിങ്ക് സോ ഇത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്പേസ് ആണ്. ബേസിക്കലി നല്ല ഏരിയ ആണ്. ആൻഡ് അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും ആംബിയൻസും ഒക്കെ ഉള്ളതാണ്. ആൻഡ് ഇവിടെയുള്ള ക്രൂ ആണെങ്കിലും എല്ലാവരും അത്യാവശ്യം നല്ല സ്കിൽഡ് ആണ്. ആൻഡ് അവരെ നമ്മൾ യൂസ് ചെയ്യണം. നമ്മളെന്ന് പറയുന്നത് ഈ വരുന്ന ആൾക്കാരുടെ യൂസിങ് ആണ്. ദർ ഇസ് എ ലോട്ട് ഓഫ് സ്കോപ്പ്. ആൻഡ് അവർക്ക് എല്ലാവരും ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. സോ ലക്ഷ്മി പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് ലുമിനസ് മൊമെന്റ്സ് ചെയ്യുന്നത്. സോ ഓൾറെഡി നമുക്ക് അവസരങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു അംബീഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കറക്റ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നവർ സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അതുപോലെ തന്നെ തിരുവല്ലക്കാർക്ക് ഒരു എക്സ്ട്രാ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം നോർമലി എല്ലാവരും ഇതൊന്നും ചെയ്യണമെങ്കിൽ ഒന്നൊരു ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊച്ചിക്കോ അത് ആക്സസ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ നമുക്ക് ഈസിലി റീസണബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റുഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഒരുപാട് തൊഴിലവസരങ്ങളും ഇതുവഴി ഒരുപാട് പേർക്ക് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ അവസരങ്ങൾ എല്ലാവരും യൂസ് ചെയ്യട്ടെ. എല്ലാവരും ഇവിടെ ഒന്ന് സന്ദർശിച്ച് ഈ ലൂമിനസ് മൊമെന്റ് സ്റ്റുഡിയോ ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഐഡിയാസ് കൂടുതൽ കിട്ടും അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എക്സാക്ട്ലി. അപ്പൊ ഇനിയും ഒരുപാട് നല്ല യൂട്യൂബ് ചാനൽസ് പിറക്കട്ടെ. അവരൊക്കെ നമ്മളെ രക്ഷിക്കട്ടെ. അതെ, അവര് വന്ന് നമ്മളെ രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് പറ്റട്ടെ. ആൻഡ് യെസ്, താങ്ക് യു ഫോർ ദ ടൈം ആൻഡ് ദ മൊമെന്റ്സ്. രേഷ്മ, താങ്ക് യു സോ മച്ച്. ഞാൻ യൂഷ്വലി അങ്ങനെ ഇന്റർവ്യൂസിനൊക്കെ ഇരുന്നിട്ട് കുറെ വർഷമായി. പിന്നെ ഈ ഒരു ഇനോഗ്രേഷന് വന്നു. ആൻഡ് ഈ സ്റ്റുഡിയോ കണ്ടപ്പോഴേ എനിക്ക് ഒന്നിരുന്ന് സംസാരിക്കാൻ തോന്നി. പിന്നെ ഇവിടുത്തെ എല്ലാവരെയും കണ്ടപ്പോഴും കുറേ വർത്താനം പറയാൻ തോന്നി. ആൻഡ്
എല്ലാവർക്കും എന്താണ് ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒക്കെ ഇതൊരു ലൂമിനസ് മൊമെന്റ്സ് ഉപകാരപ്പെടട്ടെ, ഉപയോഗപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. ആക്ച്വലി ലക്ഷ്മിക്ക് ഇന്നത്തെ ഒരു ഇവന്റിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തത് എന്തായിരുന്നു? ആക്ച്വലി ഞാൻ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ എല്ലാവരെക്കാളും ഞാൻ ആദ്യം കാണുന്നത് ക്യാമറ, അതായത് മീഡിയ ടീമിനെയാണ് കാണുന്നത് ഒരുപാട്. അപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു ലൈക്ക് ഇതിന്റെ ആ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ലൂമിനസ് മൊമെന്റ്സിന്റെ ആ ഒരു മീഡിയ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവുമല്ലോ, അവർ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഇനോഗ്രേഷൻ എന്താണെങ്കിലും ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് തന്നെ പല പല പേജസിലും ഒക്കെ ഇതിന്റെ ന്യൂസ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ ആ ഒരു മാർക്കറ്റിംഗ് ടീമിനെയാണ് ഞാൻ പെട്ടെന്ന് ശരിക്കും ഞാൻ ആക്ച്വലി റോ ക്രിയേഷൻസ് പറഞ്ഞിട്ടുള്ള ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രൊമോഷൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിന്റെ പേജ് ഹാൻഡിൽ ചെയ്യുക, അതുപോലെ തന്നെ മീഡിയ കവറേജ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അവരാണ്. ഓക്കെ, ആക്ച്വലി എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം വെച്ചാൽ അവർ വളരെ ഏത് ടീം ആണെങ്കിലും അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവരുടെ എല്ലാം പ്രൊമോഷൻ എല്ലാം ഇവർ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പ്രൊഡക്ഷനും അതുപോലെ തന്നെ പോസ്റ്റുകളും ഇൻസ്റ്റഗ്രാമും എല്ലാതും സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഇവർ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ലൈക്ക് ഇനി ഇവിടെയുള്ള ആൾക്കാർക്കാണെങ്കിൽ അവരുടെ പേജ് പ്രൊമോഷൻസും സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങിനും ഒക്കെയും ഇത് ശരിക്കും ആഡ് ഓൺ ആണല്ലേ. ലൈക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ലൈക്ക് നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഫോക്കസ് ചെയ്യണം. ഏതാണ് റോ ക്രിയേഷൻസ് എന്താണേലും എല്ലാവിധ ആശംസകളും കേട്ടോ. നിങ്ങളുടെ എഫേർട്ട് ശരിക്കും ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സോ ഇംപ്രസ്ഡ്. താങ്ക് യു.